ഹലോ, എല്ലാവർക്കും പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു മഷ്റൂം നൂഡിൽസ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച ഇൻസ്റ്റൻ്റായിട്ട് വാങ്ങിച്ച നൂഡിൽസ് പാക്കറ്റ് വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ വീടുകളിൽ എങ്ങനെയാണ് നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച ഈ നൂഡിൽസ് ഹെൽത്തി ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഒക്കേഷണലായിട്ട് നമുക്കോ കുട്ടികൾക്കോ ആർക്കെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റിൽ ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഹെൽത്തി ആയിട്ടുള്ള മെത്തേഡിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം വീട്ടിലുള്ള വയസ്സായവർക്കും ഒക്കെ നല്ല രുചിച്ച് കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു ഡിഷായിട്ടാണ് ഇതിവിടെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മാഗി പാക്കറ്റാണ്. പെട്ടെന്ന് വിശക്കുമ്പം കുട്ടികൾ എല്ലാ വീടുകളിലും ചോദിക്കുന്ന ഒരു ഐറ്റം മാഗി തന്നെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്യാപ്സിക്കം, വലിയ ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റും ബീൻസും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടമാണ്. കൂടുതലെടുത്താലും കുറച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. കൂടുതലെടുത്താൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മഷ്റൂമാണ്. അത് കഴുകി വെച്ചിട്ടുണ്ട്. മല്ലിയിലയും അല്പം ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് സവാള അതിലോട്ട് ഇട്ട് കൊടുക്കാം. സവാള ഒരു ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉപ്പിടുന്നത് നല്ലതാണ്. സവാള പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും. ഉപ്പും കൂടെ ഇട്ട് അല്പം ഒന്ന് തീ കുറച്ച് വെച്ച് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് പേസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. ഞാനിപ്പോൾ ഫ്രഷായിട്ട് ചതച്ചെടുത്തതാണ്. അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ കൂടി പോകാതെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ക്യാരറ്റും ബീൻസും കൂടെ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി, അധികം എണ്ണയൊന്നും ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അധികം എണ്ണ ആവശ്യമായിട്ട് വരില്ല. അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴണ്ട് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അതൊരു സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് അതിനകത്തോട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി 2 കൂടെ ചേർത്ത് കൊടുക്കുക. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മഷ്റൂമും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതൊരു 2-3 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സോസ് റെഡിയാക്കി എടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് ആ വെജിറ്റബിളിലോട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ട് സൈഡിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് വെജിറ്റബിളുമായിട്ട് അതൊന്ന് യോജിപ്പിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. ഈ സോസും ആ വെജിറ്റബിളും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീ സിമ്മിലല്ലേ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത് ഓവർ കുക്കായി പോവുകയൊന്നുമില്ല. വെജിറ്റബിൾ എല്ലാം ഒരു ഹാഫ് കുക്കിനേക്കാളും അല്പം കൂടെ കുക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരുവത്തിൽ കുക്കായി കിട്ടും നമുക്ക്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത്, നമ്മൾ എടുത്തിരിക്കുന്നത് മാഗി പാക്കറ്റാണ്. അതുകൊണ്ട് അതിനകത്തൊരു മസാല സാഷ ഉണ്ടാവും. ആ പാക്കറ്റുകൾ അതിലോട്ട് പൊട്ടിച്ചിടുക. എത്ര പാക്കറ്റ് മാഗി നമ്മൾ എടുത്തിട്ടുണ്ടോ അത്രയും പാക്കറ്റ് മസാല പൊട്ടിച്ചിടുക. ഇത് മാഗി അല്ല എടുക്കുന്നത്, വേറെ നൂഡിൽസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഈ മസാല പാക്കറ്റ് കാണില്ല. അപ്പോൾ ഇത് ഇടണമെന്നില്ല. ആ നൂഡിൽസ് ഇട്ടുകൊണ്ടാൽ മതി. ഇനിയിപ്പോൾ മാഗി ആയതുകൊണ്ട് ഇത് കയ്യിൽ വെച്ച് പൊട്ടിക്കാതെ തന്നെ ഇത് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ നൂഡിൽസ് എല്ലാം അകത്തൊന്ന് ക്രഷായി കിട്ടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. പിന്നെ ചിലർക്ക് നൂഡിൽസ് അങ്ങനെ കിടക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യണമെന്നില്ല. ഇപ്പം ഞാൻ 3 പാക്കറ്റ് മാഗിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ മാഗി പാക്കറ്റിന് അവർ പറയുന്ന മെഷർ എന്ന് പറയുന്നത് ഒരു പാക്കറ്റിന് 1.5 ഗ്ലാസ് വെള്ളമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 3 പാക്കറ്റിന് 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറെ നൂഡിൽസാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളം എടുത്ത് കൊടുക്കുക. പിന്നെ ഈ സമയത്താണ് നമ്മൾ ഉപ്പ്, എരിവ് ഒക്കെ നോക്കേണ്ടത്. അപ്പം അതെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് നോക്കിക്കൊള്ളുക. ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. ഇനി അത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ചോളുക. റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മല്ലിയില നമ്മൾ വച്ചിരുന്നത് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. മല്ലിയില സാധാരണ ചിലർക്ക് മല്ലിയിലയുടെ മണം ഇഷ്ടമാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം.
ഇവിടെ എന്ന് വെച്ചാൽ മല്ലിയില വളരെ ഇഷ്ടമാണ്, അതിൻ്റെ സ്മെല്ല്. അപ്പം വയറിന് നല്ലതാണല്ലോ, അതുകൊണ്ട് ഒരുപാട് ഇടുന്നുണ്ട് ഞാൻ. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് ഇളക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാനായിട്ട് ഒരു മുട്ട ചിക്കി പൊരിച്ചതൊന്ന് എടുക്കാം. മുട്ടയെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മുട്ടയിൽ ഉള്ളിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടുന്നില്ല. വെറുതെ മുട്ടയും പെപ്പറും മാത്രം ഒന്ന് ചിക്കി പൊരിച്ച് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നന്നായിരിക്കും. ഒരു പാൻ അടുപ്പിലോട്ട് വയ്ക്കാം. അല്പം കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. കാരണം വെളിച്ചെണ്ണയ്ക്ക് മുട്ടയുടെ സ്മെല്ല് അധികം അറിയില്ല വെളിച്ചെണ്ണ ആകുമ്പോൾ. ഞങ്ങൾ ഒരു 4 പേർക്ക് കഴിക്കാൻ ഒരു 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുത്തിട്ട് അല്പം പെപ്പർ കൂടുതൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ കാരണം ഉള്ളി ഒന്നും ഇടുന്നില്ലല്ലോ ഇതിനകത്ത്. ഈ നൂഡിൽസിനെ ഇങ്ങനെ ഉണ്ടാക്കുന്ന മുട്ട സൈഡിൽ വെച്ച് കഴിക്കാനാണ് നല്ലൊരു കോമ്പിനേഷൻ. അതുകൊണ്ടാണ് ഉള്ളി ഒന്നും ഇടാത്തത്. ഒരല്പം കൂടുതൽ പെപ്പർ പൊടി, ഒരു 1.5 ടീസ്പൂൺ പെപ്പർ പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചിക്കി പൊരിച്ചെടുക്കുക. അപ്പം ഇതൊരു നല്ല കോമ്പിനേഷനാണ്. കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കണം. ഹെൽത്തി അല്ല, അതുകൊണ്ട് എപ്പോഴും ഇല്ല, എപ്പോഴെങ്കിലും ഒക്കെ ഒക്കേഷണലായിട്ട് ഉണ്ടാക്കി കൊടുത്തു നോക്കിയിട്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് ഒന്ന് പറയണേ. അപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഹാവ് എ ഗുഡ് ഡേ.